മലയാളത്തിൻ്റെ പ്രിയ താരം ശ്രീനിവാസനെ അവസാനമായി ഒരു നോക്ക് കാണാൻ കണ്ടനാടുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരുപാട് താരങ്ങൾ എത്തിയിട്ടുണ്ട്. മമ്മൂക്കി അടക്കമുള്ളവർ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ വസതിയിൽ അല്പം മുൻപാണ് എത്തിയത്. ദീർഘനാളായി അസുഖബാധിതനായ ഉദയംപേരൂരിലെ വീട്ടിൽ വിശ്രമത്തിലായിരുന്നു അദ്ദേഹം. പെട്ടെന്ന് അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് തൃപ്പൂണിത്തുറയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അങ്ങനെയാണ് മലയാളി പ്രേക്ഷകരെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തി അദ്ദേഹം ഇന്ന് രാവിലെ വിടവാങ്ങിയത്. മകൻ ധ്യാൻ ശ്രീനിവാസനും അല്പം മുൻപ് വീട്ടിലെത്തിയിരുന്നു. 1956 ഏപ്രിൽ 4 കണ്ണൂർ കൂത്തുപറമ്പിൽ പാട്യത്താണ് അദ്ദേഹം ജനിച്ചത്. ഏറെ നാളായി അദ്ദേഹം അസുഖബാധിതനായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹം വീണ്ടും പൊതുവേദിയിലടക്കം പ്രത്യക്ഷപ്പെട്ടത്. എന്ത് കാര്യവും വെട്ടിത്തുറന്നു പറയാൻ ആരുടെയും മുഖം നോക്കാറില്ല ശ്രീനിവാസൻ. നർമ്മത്തിന് പുതിയൊരു അർത്ഥതലം നൽകിയ അതുല്യ പ്രതിഭ കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ തിരക്കഥകളെല്ലാം സമൂഹത്തിൻ്റെ ഒരു പ്രതിബിംബം തന്നെയായിരുന്നു. സ്വന്തം സിനിമകളിലൂടെ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളെ അദ്ദേഹം അടയാളപ്പെടുത്തി. 48 വർഷം നീണ്ട സിനിമാ ജീവിതത്തിനാണ് ഇന്ന് തിരശീല വീഴുന്നത്. ഗാനരചയിതാവ്, പിന്നണി ഗായകൻ എന്ന നിലയിലൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയിലും അദ്ദേഹം ഈയടുത്ത് ഒരു സിനിമയിൽ അഭിനയിക്കുക കൂടി ചെയ്തു. പഴശ്ശിരാജ NSS കോളേജിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദമെടുത്ത അദ്ദേഹം പിന്നീട് സിനിമയിലേക്ക് തിരിയുകയായിരുന്നു.